ഹലോ മൈ ഡിയർ ലേണേഴ്സ്, വെൽക്കം ബാക്ക്. ഡെയിലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ തേർഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വിതൗട്ട് എനി ഫർദർ അഡു ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. എനിക്കത് ചെയ്യണ്ട. നമുക്കൊരു കാര്യം ചെയ്യണ്ട എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലേ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുള്ളൂ. സോ പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. എൻ്റെ ഒരു കണ്ണ് അവളിലുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവളെ ശ്രദ്ധിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ അവളെ നോക്കിക്കോളാം എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. സോ ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ കീപ്പ് ആൻ ഐ ഓൺ ഹെർ. ഐ വിൽ കീപ്പ് ആൻ ഐ ഓൺ ഹെർ. ഈ കാര്യത്തിൽ എനിക്ക് ഒരു ബന്ധവും ഇല്ല. ഈ കാര്യത്തിൽ എനിക്ക് ഒരു ബന്ധവും ഇല്ല. ഞാൻ ഈ കാര്യത്തിൽ പങ്കാളിയല്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അതിന് നമുക്ക് ഇംഗ്ലീഷിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം: ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. പോലീസിനെ വിളിക്കുക, ഇതെങ്ങനെ പറയാം? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൾ ദ പോലീസ്. കോൾ ദ പോലീസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാളത്തിലാകുമ്പോൾ പോലീസ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ പോലീസ് പോലീസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അവളെ അറസ്റ്റ് ചെയ്തു, ഇതെങ്ങനെ പറയാം? ഷീ ഗോട്ട് അറസ്റ്റഡ്. ഷീ ഗോട്ട് അറസ്റ്റഡ്. ഞാൻ പോലീസിനെ വിളിക്കാം, ഇതെങ്ങനെ പറയാം? ഐ വിൽ കോൾ ദ പോലീസ്. ഐ വിൽ കോൾ ദ പോലീസ്. ഐ വിൽ കോൾ ദ പോലീസ്. എന്നിൽ നിന്നും മാറി നിൽക്ക്. എൻ്റെ അടുത്തു നിന്നും മാറി നിൽക്ക്, ഇതെങ്ങനെ പറയാം? സ്റ്റേ എവേ ഫ്രം മീ. സ്റ്റേ എവേ ഫ്രം മീ. ഞാൻ ആഗ്രഹിക്കുന്നത് നീ വീട്ടിലേക്ക് പോകണമെന്നാണ്. നീ വീട്ടിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതെങ്ങനെ പറയാം? ഐ വിഷ് യു ടു ഗോ ഹോം, അല്ലെങ്കിൽ ഐ വോണ്ട് യു ടു ഗോ ഹോം. ഐ വോണ്ട് യു ടു ഗോ ഹോം. അവളെ ഇപ്പോൾ ആശുപത്രിയിലെത്തിക്കണം. അവളെ ഇപ്പോൾ ആശുപത്രിയിലെത്തിക്കണം. അതെങ്ങനെ പറയാം? ഷീ മസ്റ്റ് ബി ഹോസ്പിറ്റലൈസ്ഡ് നൗ. ഷീ മസ്റ്റ് ബി ഹോസ്പിറ്റലൈസ്ഡ് നൗ. എനിക്ക് മടുത്തു, അല്ലെങ്കിൽ എനിക്ക് മതിയായി, ഇതെങ്ങനെ പറയാം? ഐ ആം ഫെഡ് അപ്പ്. ഐ ആം ഫെഡ് അപ്പ്. അല്ലെങ്കിൽ ഐ ആം ടയേർഡ്. ഐ ആം ടയേർഡ്. എന്നെ ശ്രദ്ധിച്ചു കേൾക്കൂ. എന്നെ ശ്രദ്ധിച്ചു കേൾക്കൂ. ലിസൺ ടു മീ കെയർഫുള്ളി. ലിസൺ ടു മീ കെയർഫുള്ളി. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. ദയവായി എന്നെ വിടൂ. ഇതെങ്ങനെ പറയാം? പ്ലീസ് ലെറ്റ് മീ ഗോ. പ്ലീസ് ലെറ്റ് മീ ഗോ. ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ്. ഞങ്ങൾ വെറും ഫ്രണ്ട്സാണ്. ഇതെങ്ങനെ പറയാം? വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. ഇതെങ്ങനെ പറയാം? നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്നെനിക്ക് കാണിച്ചു തരൂ. ഇതെങ്ങനെ ചോദിക്കാം? ഷോ മീ ഹൗ ഇറ്റ് വർക്ക്സ്. ഷോ മീ ഹൗ ഇറ്റ് വർക്ക്സ്. ഇത് എൻ്റെ വക. ഫ്രണ്ട്സിന് എന്തെങ്കിലും ട്രീറ്റ് കൊടുത്തിട്ട് പറയാണ് ഇത് എൻ്റെ വകയാണ്. ഇതെങ്ങനെ പറയാം? ഇറ്റ്സ് ഓൺ മീ. ഇറ്റ്സ് ഓൺ മീ. ഈ പാർട്ടി എൻ്റെ വകയാണ്. ഇതെങ്ങനെ പറയാം? ദിസ് പാർട്ടി ഈസ് ഓൺ മീ. ദിസ് പാർട്ടി ഈസ് ഓൺ മീ. നീ അവനോട് പറയണമായിരുന്നു. ഇതെങ്ങനെ പറയാം? യു ഷുഡ് ഹാവ് ടോൾഡ് ഹിം. യു ഷുഡ് ഹാവ് ടോൾഡ് ഹിം. അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഹാർഡ് ടു ടെൽ. ഇറ്റ്സ് ഹാർഡ് ടു ടെൽ. ഇതുവരെ എനിക്ക് ഇത്ര മാത്രമേ അറിയൂ. ഇതുവരെ എനിക്ക് ഇത്ര മാത്രമേ അറിയൂ. ദാറ്റ്സ് ഓൾ ഐ നോ സോ ഫാർ. ദാറ്റ്സ് ഓൾ ഐ നോ സോ ഫാർ. ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ സോ ഫാർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്കറിയാവുന്നത് ഇത്ര മാത്രമാണ്. ഇതിലും കൂടുതൽ എനിക്കറിയില്ല. അതെങ്ങനെ പറയാം? ഓൾ ഐ നോ ഇസ് ദിസ്. ഓൾ ഐ നോ ഇസ് ദിസ്. നേരത്തെ സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു: ദാറ്റ്സ് ഓൾ ഐ നോ. അപ്പോൾ അതിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഭാവിയിൽ കൂടുതൽ അറിയുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഓൾ ഐ നോ ഇസ് ദിസ്. ഇത്ര മാത്രമേ എനിക്കറിയൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അത് ശരിക്കും സാധ്യമാണോ?
അത് ശരിക്കും സാധ്യമാണോ? ഇതെങ്ങനെ ചോദിക്കാം? ഈസ് ഇറ്റ് റിയലി പോസിബിൾ? ഈസ് ഇറ്റ് റിയലി പോസിബിൾ? എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും? നമ്മൾ ഒരാളോട് നമ്മുടെ ബെനിഫിറ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കാം? വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ? വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ? വാട്ട് വിൽ ഐ ഗെറ്റ് ഫ്രം ദിസ് എന്നും ചോദിക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ലൊരു ഫ്രേസാണ്. വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ? എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയയുണ്ട്. എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയയുണ്ട്. ഇതെങ്ങനെ പറയാം? ഐ ഹാവ് എ ബെറ്റർ ഐഡിയ. ഐ ഹാവ് എ ബെറ്റർ ഐഡിയ. ഇതെല്ലാം ഒരു ദിവസം ചെയ്യേണ്ട സാധാരണ ജോലിയാണ്. എല്ലാ ദിവസവും ഇത്രയധികം ജോലി ചെയ്യാനുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്ത് തീർക്കേണ്ടതാണ്. ഇതെങ്ങനെ പറയാം? ഇറ്റ്സ് ഓൾ ഇൻ എ ഡേയ്സ് വർക്ക്. ഇറ്റ്സ് ഓൾ ഇൻ എ ഡേയ്സ് വർക്ക്. ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഇതെങ്ങനെ പറയാം? വി ഹാവ് കം ടു എ ഡിസിഷൻ. വി ഹാവ് കം ടു എ ഡിസിഷൻ. നീ എന്ത് സ്വപ്നമാണ് കണ്ടത്? നീ എന്ത് സ്വപ്നമാണ് കണ്ടത്? വാട്ട് ഡിഡ് യു ഡ്രീം ഓഫ്? വാട്ട് ഡിഡ് യു ഡ്രീം ഓഫ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അതെങ്ങനെ പറയാം? ആസ് ഐ സെഡ് ബിഫോർ. ആസ് ഐ സെഡ് ബിഫോർ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ലൈക്ക് ഐ സെഡ് ഏർലിയർ. ലൈക്ക് ഐ സെഡ് ഏർലിയർ. ഇത് എന്നേക്കുമായി ഓർക്കുക. ഇത് എന്നേക്കുമായി ഓർക്കുക. ഇതെങ്ങനെ പറയാം? റിമെമ്പർ ദിസ് ഫോർ എവർ. റിമെമ്പർ ദിസ് ഫോർ എവർ. ഇതിൽ എന്നേക്കുമായി എന്ന് പറയാൻ വേണ്ടിയാണ് ഫോർ എവർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിരുന്നു. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിരുന്നു. ഇതെങ്ങനെ പറയാം? ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെ പറയാം? വി ഓൾ മേക്ക് മിസ്റ്റേക്സ്. വി ഓൾ മേക്ക് മിസ്റ്റേക്സ്. നിന്നെപ്പോലുള്ള ഒരാളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നിന്നെപ്പോലുള്ള ഒരാളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതെങ്ങനെ പറയാം? ഐ ഹാവ് നെവർ മെറ്റ് എനി വൺ ലൈക്ക് യു. ഐ ഹാവ് നെവർ മെറ്റ് എനി വൺ ലൈക്ക് യു. നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇതെങ്ങനെ പറയാം? ഐ നോ യു ഡോണ്ട് ലൈക്ക് മീ. ഐ നോ യു ഡോണ്ട് ലൈക്ക് മീ. ഞാൻ നിന്നോടിത് പറയാം. ഞാൻ നിന്നോടിത് പറയാം. ഇതെങ്ങനെ പറയാം? ഐ വിൽ ടെൽ യു ദിസ്. ഐ വിൽ ടെൽ യു ദിസ്. എനിക്ക് മുമ്പൊരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ല. ഐ ഹാവ് നെവർ ഫെൽറ്റ് ദാറ്റ് വേ ബിഫോർ. ഐ ഹാവ് നെവർ ഫെൽറ്റ് ദാറ്റ് വേ ബിഫോർ. അതിതുവരെ കഴിഞ്ഞിട്ടില്ല. അതിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ പറയാം? ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ്. ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ്. ഞാൻ അവനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് subscribe to my channel, and don't forget to enable the bell icon.